അടുത്തതായിട്ട് ജോഗ്രഫിയിൽ അടുത്ത ഭൂപ്രകൃതി വിഭാഗം, ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്ന ഭാഗത്ത് ഉത്തര മഹാസമുദ്രത്തെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തൊട്ടു മുന്നേ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമുദ്രം. അപ്പോൾ ഉത്തരമഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഉത്തരേന്ത്യൻ മേഖലയിലുള്ള വിശാലമായിട്ടുള്ള ഒരു സമതല പ്രദേശമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിച്ചപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഉത്തരപർവ്വത മേഖലയുടെ തെക്കായി കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമുദ്ര പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ തെക്കായിട്ട് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമുദ്ര പ്രദേശം. അതിൽ ഉത്തരപർവ്വത മേഖലയുടെ എക്സാക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയൻ ഭാഗമുണ്ട്. അപ്പം ഹിമാലയ പർവ്വതത്തിന് തെക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമുദ്ര പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരമഹാസമതല പ്രദേശം പരിഗണിച്ചു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതം തൊട്ട് താഴെയായിട്ട് ഉത്തരമഹാസമതല പ്രദേശം, ഇനി അതിനും തൊട്ട് താഴെയായിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു സമതല പ്രദേശമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി പ്രദേശവുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അതിർവരമ്പ് എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. അപ്പോൾ ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് സിന്ധുവും കിഴക്ക് ബ്രഹ്മപുത്ര നദിയുമാണ് അതിരുകളായിട്ട് നിൽക്കുന്നത്. ഇതേ അതിരുകൾ തന്നെയാണ് ആർക്കും ഉള്ളത്. ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയത്തിന്റെ അതിരുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ പടിഞ്ഞാറ് സിന്ധുവും കിഴക്ക് ബ്രഹ്മപുത്ര നദിയാണെന്നും പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികൾ എന്ന് പറയുന്നത്. ഇനി ഉത്തരമഹാസമതലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഉത്തരമഹാസമതലം രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദികൾ, അതായത് ഹിമാലയൻ നദികളുണ്ട്. അപ്പോൾ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ, ആ അവസാദങ്ങൾ വന്ന് അടിഞ്ഞു രൂപപ്പെട്ടു വന്ന ഒരു സമതല പ്രദേശമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം, നമ്മൾ പറയുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. ഈ ഉത്തരമഹാസമതല പ്രദേശം നമുക്കറിയാം, ഈ പറയുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമതല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം എക്കൽ നിക്ഷേപമുള്ള ഒരു പ്രദേശമാണ്. കാരണം എക്കൽ മണ്ണാണ് ഇത്തരത്തിൽ വഹിച്ചുകൊണ്ടുവരുന്നത്. ആ എക്കൽ നിക്ഷേപം കൊണ്ട് രൂപപ്പെട്ട ഒരു സമതല പ്രദേശമായതിനാൽ ധാരാളം എക്കൽ മണ്ണ് ഇവിടെ സുലഭമായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എക്കൽ നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നു. ഏകദേശം 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ താഴ്ചയിലാണ് ഈ പറയുന്ന എക്കൽ നിക്ഷേപം കാണപ്പെടുന്നത്. കാരണം അത്രയും എക്കൽ നിക്ഷേപം ഉണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ താഴ്ചയിൽ എക്കൽ നിക്ഷേപം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കലവറ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എക്കലിന്റെ ആ ഒരു നിക്ഷേപത്തിന്റെ ദൈർഘ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയും എക്കൽ നിക്ഷേപമുള്ള ഒരു പ്രദേശമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന എക്കൽ നിക്ഷേപമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. കൃഷി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ധാന്യങ്ങളുടെ കൃഷി, അതായത് നെല്ല്, റാഗി, ഗോതമ്പ്, അത്തരത്തിലുള്ള ധാന്യങ്ങളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. കാരണം ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്, ഫലഭൂഷ്ടിയുള്ള എക്കൽ നിക്ഷേപമുള്ള മണ്ണായതിനാൽ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഉത്തരമഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതല പ്രദേശം. അതിൽ തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. അപ്പോൾ ഈ പഞ്ചാബൊക്കെ വരുന്നത് ഈ പറയുന്ന ഉത്തരമഹാസമതല പ്രദേശത്തിന്റെ ആ ഭാഗത്താണ് പഞ്ചാബ് സംസ്ഥാനമൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഉത്തരമഹാസമതല പ്രദേശം. കാരണം നല്ല എക്കൽ നിക്ഷേപമുണ്ട്, ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്, കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പാദനം നടക്കുന്നത് ഈ പറയുന്ന ഉത്തരമഹാസമതല പ്രദേശത്ത് നിന്നാണ് കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നാണ് ഉത്തരമഹാസമതലത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ഉത്തരമഹാസമതലത്തിൽ ഏകദേശം 40%-ലധികം ജനങ്ങൾ ഉത്തരമഹാസമതലത്തിൽ ജീവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം 40%-ലേറെ പേര് ഉത്തരമഹാസമതല പ്രദേശത്താണ് കൂടുതലായിട്ടും അധിവസിക്കുന്നത്. കാരണം ജനവാസമേറിയ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതല പ്രദേശം. അതിന് കാരണം എന്താണ്? കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കൃഷിക്ക് അനുയോജ്യമാണ്, അതുപോലെ തന്നെ നദികളുള്ളതിനാൽ ജലം ലഭ്യത വളരെ കൂടിയ പ്രദേശമാണ്. ഗതാഗത മാർഗമായിട്ട് ജലഗതാഗതത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ആളുകളുടെ ആവശ്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമായതിനാൽ തന്നെ ഉത്തരമഹാസമതല പ്രദേശം ഒരു ജനവാസമേറിയ ഭൂമിശാസ്ത്ര പ്രദേശമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ ഇന്ത്യയുടെ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ ഏകദേശം 50%-ലേറെ നെല്ലും എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ പറയുന്ന ഉത്തരമഹാസമുദ്ര പ്രദേശത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ ഏകദേശം 75%-ലേറെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഈ പറയുന്ന ഉത്തരമഹാസമുദ്ര പ്രദേശം കേന്ദ്രീകരിച്ചാണ്. ആ മേഖലകളിലുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഈ പറയുന്ന ഗോതമ്പുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറഞ്ഞു സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് രൂപപ്പെട്ട് വന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമുദ്ര പ്രദേശം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉത്തരമഹാസമുദ്ര പ്രദേശത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു ഡെൽറ്റ പ്രദേശമുണ്ട്. ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമായിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയും. അപ്പോൾ ആ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം സൃഷ്ടിക്കപ്പെടുന്നത് ഈ പറയുന്ന ഉത്തരമഹാസമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. അത് ഗംഗാ നദിയും ചെറിയൊരു തോതിൽ ബ്രഹ്മപുത്ര നദിയും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെട്ടു വന്ന ഒരു ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഡെൽറ്റ പ്രദേശമാണ് ഈ പറയുന്ന സുന്ദർബൻ ഡെൽറ്റ പ്രദേശം. അത് ഉത്തരമഹാസമുദ്ര പ്രദേശത്താണ് കാണപ്പെടുന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഈ ഉത്തരമഹാസമുദ്രത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത് ഏകദേശം 3200 കിലോമീറ്ററോളം നീളത്തിലാണ് ഉത്തരമഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്നത്. വടക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗത്ത് ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരമഹാസമുദ്ര പ്രദേശം നീണ്ടു കിടക്കുന്നത്. പക്ഷേ അതിൽ തന്നെ ഇന്ത്യയുടെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്ററേ ഉള്ളൂ. അതായത് നമ്മൾ വടക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ വടക്ക് ഭൂപ്രകൃതി വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3200 കിലോമീറ്ററോളം ഉത്തരമഹാസമുദ്ര പ്രദേശമുണ്ട്. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സൃഷ്ടിക്കുന്ന അവസാദം വഴി രൂപപ്പെടുന്ന സമുദ്ര പ്രദേശമുണ്ട്. പക്ഷെ അതിൽ കുറച്ചൊക്കെ എണ്ണം ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയിലുള്ള നീളം എന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ള ഉത്തരമഹാസമുദ്ര പ്രദേശത്തിന്റെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഉത്തരമഹാസമുദ്ര പ്രദേശം നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാൻ പ്രദേശത്തുണ്ട്, ബംഗ്ലാദേശിലും ഒക്കെ വ്യാപിച്ചാണ് കാണപ്പെടുന്നത്. കാരണം ബ്രഹ്മപുത്ര നദി പിന്നീട് ബംഗ്ലാദേശിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മപുത്ര നദി അവിടെയും എന്തിന് കാരണമാവും? ഈ ഉത്തരമഹാസമുദ്ര പ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം സൃഷ്ടിക്കുന്നതിന് കാരണമാകും. അപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ പറയുന്ന ഉത്തരമഹാസമുദ്ര പ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. ടോട്ടൽ 3200, ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത് 2400 കിലോമീറ്റർ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഉത്തരമഹാസമുദ്ര പ്രദേശത്തിന്റെ അതിർവരമ്പുകളാണ്. അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നമ്മൾ ഉത്തരമഹാസമുദ്രത്തെ വിഭജിച്ചാൽ ഉത്തരമഹാസമുദ്രത്തെ നമുക്ക് എത്രയായി വിഭജിക്കാം, എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാമാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിന്റെ ഏറ്റവും പടിഞ്ഞാറേ ഭാഗം നമ്മൾ പറഞ്ഞു, ആ ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്തുള്ള അതിർത്തി ഏതാണ്? സിന്ധു നദിയാണ് ഉത്തരമഹാസമുദ്രത്തിന്റെ ഏറ്റവും പടിഞ്ഞാറൻ ഭാഗം എന്ന് പറഞ്ഞത്. ആ പടിഞ്ഞാറൻ ഭാഗം, അതായത് സിന്ധുവും അതിന്റെ പോഷക നദികളും സൃഷ്ടിച്ചെടുക്കുന്ന ആ സമതലത്തിന് പറയുന്ന പേരാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. അതിനെ സിന്ധു സമതലം എന്നും അറിയപ്പെടാറുണ്ട്. അതായത് ഉത്തരമഹാസമുദ്രത്തിന്റെ ഏറ്റവും പടിഞ്ഞാറായിട്ട് കാണപ്പെടുന്ന സിന്ധുവും അതിന്റെ പോഷക നദികളും സൃഷ്ടിക്കപ്പെടുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം, അല്ലെങ്കിൽ അതർവൈസ് കാൾഡ് സിന്ധു സമതലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സിന്ധു നദി മാത്രമല്ല, സിന്ധുവും അതിന്റെ പോഷക നദികളും വഴി രൂപപ്പെട്ട് വരുന്ന ഒരു സമതല പ്രദേശമാണ് ഈ പറയുന്ന സിന്ധു സമതലം എന്ന് പറയുന്നത്. ഇത് പഞ്ചാബ് ഹരിയാന മേഖലയിലാണ് ഈ സമതല പ്രദേശം കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. ഗോതമ്പ് കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രദേശം എന്ന് പറയുന്നത് മരുസ്ഥലി ബാഹർ സമതല പ്രദേശമാണ്. തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന, ഏറ്റവും പടിഞ്ഞാറായിട്ട് കാണപ്പെടുന്ന സിന്ധു സമതലം അഥവാ പഞ്ചാബ് ഹരിയാന സമതലം, അതിന് തൊട്ട് കിഴക്കോട്ട്, അതായത് അതിന്റെ തൊട്ടടുത്ത ഭാഗമായിട്ട് കാണപ്പെടുന്നത്, പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് നമ്മൾ പോകുന്നത്, അതിന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്നതാണ് മരുസ്ഥലി ബാഹർ സമതല പ്രദേശം എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു രാജസ്ഥാൻ ഭാഗത്തൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഹർ സമതല പ്രദേശം എന്ന് പറയുന്നത്. അതായത് ചൂട് കൂടിയ താർ മരുപ്രദേശമുണ്ട്. അപ്പോൾ ഈ താർ മരുപ്രദേശത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമതല പ്രദേശമാണ്. അതായത് ഈ താർ മരുപ്രദേശത്ത് നദികളുണ്ട്. ഏതൊക്കെയാണ്? ലൂണി, സരസ്വതി പോലുള്ള നദികളുണ്ട്. അപ്പം സരസ്വതി നദി ഓൾറെഡി വറ്റിപ്പോയ നദിയാണ്. പിന്നീട് അല്ലാതെ ഈ പറയുന്ന താർ മരുപ്രദേശത്ത് കാണപ്പെടുന്ന ഒരു നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ലൂണി നദിയൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ വഴി ഈ പറയുന്ന താർ മരുപ്രദേശത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഹർ സമതല പ്രദേശം എന്ന് പറയുന്നത്. അത് ഉത്തരമഹാസമുദ്രത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ വഴി രൂപപ്പെട്ടു വരുന്ന സമതല പ്രദേശം. ആ ഉത്തരമഹാസമുദ്ര പ്രദേശത്തിന് പറയുന്ന പേരാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാ സമതലമാണ് അടുത്തതായിട്ട് രൂപപ്പെട്ട സമതല പ്രദേശം എന്ന് പറയുന്നത്. അത് ഗംഗയും അതിന്റെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ വഴി രൂപപ്പെട്ടു വരുന്ന സമതല പ്രദേശമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സമതല പ്രദേശമാണ് ഗംഗാ സമതലം. അതായത് ഉത്തരമഹാസമുദ്ര പ്രദേശത്തിലെ ഏറ്റവും വലിയ സമതല പ്രദേശമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. എക്സാക്റ്റ് ഒരു മധ്യഭാഗത്തായിട്ടൊക്കെ വരുന്ന ഒരു സമതല പ്രദേശമാണ് ഗംഗാ സമതലം. ഏറ്റവും ജനസാന്ദ്രത ഏറിയ ഒരു സമതല പ്രദേശമാണ് ഗംഗാ സമതലം. അതായത്
ഗംഗാ സമതലം കുറച്ചുകൂടി ആൾക്കാർ തിങ്ങി വസിക്കുന്ന ഒരു സമതല പ്രദേശമാണ് ഗംഗാ സമതലം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഗംഗാ സമതലം എന്നും അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഗംഗാ സമതലത്തിന്റെ ഒരു ലോവർ പാർട്ട് എന്ന് പറയുന്നത് സുന്ദർബൻ ഡെൽറ്റ പാർട്ടാണ്. അതായത് ഗംഗാ നദിയും കുറച്ച് ബ്രഹ്മപുത്ര നദിയും കൊണ്ടുവരുന്ന അവസാദങ്ങൾ വഴി രൂപപ്പെട്ട് വരുന്ന ഒരു ഡെൽറ്റ പ്രദേശം ഉണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം. ആ ഡെൽറ്റ പ്രദേശത്തിന് പറയുന്ന പേരാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാ സമതലത്തിന്റെ ഒരു ലോവർ പാർട്ടായിട്ട് കാണപ്പെടുന്നത് ഈ പറയുന്ന സുന്ദർബൻ ഡെൽറ്റ പ്രദേശമാണ്. അപ്പോൾ ഈ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗംഗാ സമതലത്തെ സുന്ദർബൻ ഡെൽറ്റ സമതലം എന്നും അറിയപ്പെടാറുണ്ട്. ഇനി ഗംഗാ സമതലത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ആര്യാവർത്തം എന്നാണ്. ഗംഗാ സമതലത്തിന്റെ മറ്റൊരു പേര്. ഗോതമ്പ്, കരിമ്പ്, നെല്ല് ഇത്തരത്തിലുള്ള നാണ്യവിളകൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഗംഗാ സമതലം. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന എക്സാക്റ്റ് സമതല പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗംഗാ സമതലമാണെന്ന് എക്സാക്റ്റ് ആയിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റും. ഇനി ഉൾനാടൻ ജലഗതാഗതത്തെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമതല പ്രദേശം കൂടിയാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്തൊരു ഭൂപ്രകൃതി വിഭാഗമല്ല, അടുത്തൊരു ഉത്തരമഹാസമതലത്തിന്റെ ഒരു പ്രദേശമായിട്ടുള്ള ഗംഗാ സമതലം. അപ്പോൾ നമ്മൾ പഞ്ചാബ് ഹരിയാന സമതലം അഥവാ സിന്ധു സമതലം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മരുസ്ഥലി ബാഹർ സമതല പ്രദേശമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമതല പ്രദേശമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും കിഴക്കായിട്ട് കാണപ്പെടുന്ന ഉത്തരമഹാസമതലത്തിന്റെ ഒരു പ്രദേശമാണ് ആസാം സമതല പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആസാം സമതല പ്രദേശം ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് രൂപപ്പെട്ട് വരുന്നതാണ് ആസാം സമതല പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആസാം സമതല പ്രദേശം അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആസാം സമതലം അഥവാ ബ്രഹ്മപുത്ര സമതലം. ആസാം സമതലം എന്ന് വിളിക്കാൻ കാരണം അത് ആസാം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ആസാം സമതലം എന്ന് വിളിക്കുന്നത്. ഈ ബ്രഹ്മപുത്ര സമതലം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരമഹാസമതലം തന്നെ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് മേഖലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ തന്നെ ബ്രഹ്മപുത്ര സമതലം ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആസാം സമതലം എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ ആസാമിന്റെ ഒരു ഫലഭൂഷ്ടിയുള്ള ഒരു പ്രളയ സമതലം കാണപ്പെടുന്നുണ്ട്. അതിന്റെ പേരാണ് ദുവർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദുവർ കാണപ്പെടുന്നത് ബ്രഹ്മപുത്ര സമതലത്തിലാണ്. ദുവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആസാമിലെ ഫലഭൂഷ്ടിയുള്ള ഒരു പ്രളയ പ്രദേശമാണ്. പ്രളയം കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു പ്രദേശം, ഒരു ചതുപ്പ് പ്രദേശം. ആ ചതുപ്പ് പ്രദേശത്ത് ദുവർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ആ ചതുപ്പ് പ്രദേശം കുറച്ച് ഫലഭൂഷ്ടമുള്ള ആസാമിലെ ഒരു പ്രദേശമാണ്. അത് കാണപ്പെടുന്നത് ഈ പറയുന്ന ബ്രഹ്മപുത്ര പ്ലെയിനിലാണ് അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലത്തിലാണ് കാണപ്പെടുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഉത്തരമഹാസമതലത്തെ 4ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്ന രീതിയിൽ. പടിഞ്ഞാറ് പഞ്ചാബ് ഹരിയാന സമതലം, നെക്സ്റ്റ് മരുസ്ഥലി ബാഹർ സമതലം, അത് കഴിഞ്ഞ് ഗംഗാ സമതലം, അത് കഴിഞ്ഞ് ആസാം സമതലം അഥവാ ബ്രഹ്മപുത്ര സമതലം എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഉത്തരമഹാസമതലത്തെ നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ട് തരംതിരിക്കുകയാണെങ്കിൽ, ഉത്തരമഹാസമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് തരംതിരിക്കുകയാണെങ്കിൽ ഏറ്റവും വടക്കായിട്ട് ഉത്തരമഹാസമതലത്തിന്റെ തന്നെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഹിമാലയൻ പ്രദേശമാണ്. ഹിമാലയൻ പ്രദേശത്ത് തന്നെ 3ആയിട്ട് തരംതിരിക്കാമെന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ സിവാലിക് ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ സിവാലിക്കിനും തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം എന്ന് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉത്തരമഹാസമതലത്തിന്റെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ബാബർ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഉത്തരമഹാസമതലത്തിന്റെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. അത് ഹിമാലയത്തിലെ സിവാലിക് നിരകളോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ബാബർ എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗം. ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗം. അപ്പം ഉരുളൻ കല്ലുകളും അവശിഷ്ടങ്ങളും കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ബാബർ എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്. ഉരുളൻ കല്ലുകളും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും ഒക്കെ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ബാബർ. അതുപോലെ അരുവികൾ അപ്രത്യക്ഷമാകുന്ന ഒരു മേഖലയാണ് ബാബർ മേഖല എന്ന് പറയുന്നത്. അരുവികളൊക്കെ അപ്രത്യക്ഷമാകുന്ന ഒരു മേഖലയാണ് ബാബർ മേഖല. ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് ബാബർ എന്ന് പറയുന്നത്. ഇനി ബാബറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് ടെറായി എന്ന് പറയുന്നത്. അപ്പോൾ ബാബറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് ടെറായി എന്ന് പറയുന്നത്. ടെറായി ഇത്തരത്തിൽ പാറക്കല്ലുകളൊക്കെ കാണപ്പെടുന്ന ഒരു മേഖലയാണ് ടെറായി. പിന്നെ ടെറായിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. നേരത്തെ പാറക്കെട്ടുകളും കുന്നുകളും കല്ലുകളും ഒക്കെ ഉള്ള മേഖലയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ടെറായിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചതുപ്പ് പ്രദേശമാണ്. അതായത് ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു പ്രദേശമാണ് ടെറായി പ്രദേശം എന്ന് പറയുന്നത്. ബാബറിന് തൊട്ട് താഴെയായിട്ട് തൊട്ട് തെക്കായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. ചതുപ്പ് പ്രദേശമാണ്. കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു പ്രദേശമാണ് ഈ പറയുന്ന ടെറായി പ്രദേശം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിന്റെ ഭാഗത്തൊക്കെ വരുന്ന ഒരു മേഖലയാണ് ടെറായി മേഖല എന്ന് പറയുന്നത്. കാസിരംഗ നാഷണൽ പാർക്ക്, അതുപോലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഇതൊക്കെ ഈ പറയുന്ന ടെറായി ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നാഷണൽ പാർക്കുകളാണ്. അല്ലെങ്കിൽ ഈ നാഷണൽ പാർക്കിനകത്തൊക്കെ ഉള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ടെറായി ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്.
ഇനി അടുത്ത ഭൂപ്രകൃതി വിഭാഗം, ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എക്കൽ നിക്ഷേപമുള്ള ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരമഹാസമതലത്തിലെ എക്കൽ നിക്ഷേപമുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഈ എക്കൽ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്. ടെറായിക്ക് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്, കൃഷിക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ കൂടുതലും എന്ത് കാണപ്പെടുന്നു? എക്കൽ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന പ്രദേശമാണ്. ഇനി ഉത്തരമഹാസമതലത്തിൽ നമ്മൾ പറഞ്ഞു എക്കൽ നിക്ഷേപം ഉള്ള ഒരു പ്രദേശമാണ്. കാരണം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ കൊണ്ട് രൂപപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്കൽ നിക്ഷേപമാണ് അവിടെ കാണപ്പെടുന്നത്. ഒന്നാമത്തത് കാദറും രണ്ടാമത്തത് ഭംഗർ എന്നറിയപ്പെടുന്ന രണ്ട് എക്കൽ നിക്ഷേപമാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഫംഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പഴയ ഒരു എക്കൽ മണ്ണാണ് ഫംഗർ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പഴക്കം ചെന്ന് കുറേ നാളുകൾക്ക് മുമ്പേ ഈ പറയുന്ന നദികൾ കൊണ്ടുവന്ന് സൃഷ്ടിച്ച് അവസാദങ്ങൾ കൊണ്ടുവന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് രൂപപ്പെട്ടു വന്ന എക്കൽ നിക്ഷേപമാണ്. അതായത് പഴയ എക്കൽ മണ്ണിനെയാണ് ഫംഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നദീതീരങ്ങളിൽ നിന്നും അകന്ന് കാണപ്പെടുന്ന എക്കൽ നിക്ഷേപമാണ്. കാരണം ഒരുപാട് ദൂരത്തിലേക്ക് പുതിയത് വരുമ്പോൾ ഇത് പഴയത് കുറച്ച് ദൂരത്തിലേക്ക് നീങ്ങി പോകും. അത് പിന്നീട് അവിടെ കിടന്ന് പഴയതായി മാറും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്കൽ മണ്ണാണ് ഫംഗർ എന്ന് പറയുന്നത്. നദീതീരത്തിൽ നിന്ന് കൂടുതൽ അകലത്തിലായി കാണപ്പെടുന്ന ഫലഭൂഷ്ടി വളരെ കുറഞ്ഞ ഒരു എക്കൽ മണ്ണാണ് ഫംഗർ എന്ന് പറയുന്നത്. ഫലഭൂഷ്ടി കുറയാൻ കാരണമുണ്ട്. കാരണം ആദ്യം ഒരു തവണ വന്ന് എക്കൽ നിക്ഷേപം നടത്തും, പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും എക്കൽ നിക്ഷേപം നടത്തി ഇത് പഴയതായി മാറുന്നു, നദീതീരത്ത് നിന്ന് അകന്നകന്ന് പോകുന്നു. പിന്നെ അത് മാത്രമല്ല, കുറേ നാൾ കഴിയുമ്പോൾ ഇതിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഫലഭൂഷ്ടി മുഴുവനും നഷ്ടമാകുന്നു. അത്തരത്തിലുള്ളൊരു എക്കൽ മണ്ണാണ് ഫംഗർ എന്ന് പറയുന്നത്. എന്നാൽ അടുത്തൊരു എക്കൽ നിക്ഷേപമാണ് കാദർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ എക്കൽ മണ്ണിനെയാണ് കാദർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കാദറാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഫംഗറായിട്ട് മാറുന്നത്. കുറേ കാലം കഴിയുമ്പോൾ ഈ അന്ന് പുതിയതായ ഉള്ള മണ്ണ് പിന്നീട് എന്തായിട്ട് മാറും? ഫംഗർ കാറ്റഗറിയിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കാദർ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ എക്കൽ നിക്ഷേപമാണ്. നദീതീരങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന പുതുതായി രൂപപ്പെട്ട് വരുന്ന എക്കൽ നിക്ഷേപമാണ് കാദർ. അപ്പോൾ പുതുതായി രൂപപ്പെട്ട് വരുന്ന എക്കൽ നിക്ഷേപം ആയതിനാൽ തന്നെ കാദറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണായിരിക്കും എന്തെന്ന് പറയുന്നത്, കാദർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഫംഗറാണ്. കൂടുതൽ കാണപ്പെടുന്നത് ഫംഗറാണ്. കാദർ ഓരോ സമയവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കാദറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായി കാണപ്പെടുന്ന എക്കൽ നിക്ഷേപം എന്ന് പറയുന്നത് ഫംഗറാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്ന കാറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ രണ്ട് കാറ്റ് ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്നു. ഒന്ന് ഉഷ്ണക്കാറ്റും ഒന്ന് ശൈത്യക്കാറ്റും. ഇനി അത് രണ്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലൂ എന്ന് പറയുന്ന ഒരു കാറ്റാണ്. അപ്പോൾ ലൂ കാറ്റ് എന്ന് പറയുന്നത് ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്ന ചൂട് കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മരുസ്ഥലി ബാഗർ പ്രദേശം പറഞ്ഞു. മരുസ്ഥലി ബാഗർ പ്രദേശം അല്ലെങ്കിൽ രാജസ്ഥാനിലെ താർ മരുപ്രദേശമുണ്ട്. നല്ല ചൂടുള്ള പ്രദേശമാണ് ഈ പറയുന്ന രാജസ്ഥാനിലെ താർ മരുപ്രദേശം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന താർ മരുപ്രദേശത്ത് നിന്നും ചൂട് കാറ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉഷ്ണക്കാറ്റ് ഈ മഹാസമതല പ്രദേശത്തേക്ക്, ഉത്തരമഹാസമതല പ്രദേശത്തേക്ക് വീശിയടിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീശിയടിക്കുന്ന ചൂട് കാറ്റിനെ വിളിക്കുന്ന പേരാണ് ലൂ കാറ്റ്, ലൂ എന്ന് വിളിക്കുന്നത്. ഈ ലൂ എന്ന് പറയുന്ന കാറ്റ് ജൂൺ മാസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന കാറ്റാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ ഉണ്ട്. അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സീ ആണ് മെഡിറ്ററേനിയൻ സീ. അതായത് പടിഞ്ഞാറായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ആണെങ്കിലും അതിന് അപ്പുറത്തായിട്ട് മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാറ്റ് മെഡിറ്ററേനിയൻ സീയിൽ രൂപപ്പെടുന്നു. മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെട്ട് പടിഞ്ഞാറ് നിന്ന് ഈ കാറ്റ് ഉത്തരമഹാസമുദ്രത്തിലേക്ക് വീശിയടിക്കും. പക്ഷേ ഈ കാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശൈത്യക്കാറ്റാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ശൈത്യക്കാറ്റ് ഉത്തരമഹാസമതല പ്രദേശത്തേക്ക് വീശിയടിക്കും. ഏതൊക്കെ മാസങ്ങളിലാണ്? നവംബർ മുതൽ മാർച്ച് മാസങ്ങളിൽ, നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു മാസങ്ങളിൽ വീശിയടിക്കുന്ന ഒരു ശൈത്യക്കാറ്റാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് വിളിക്കുന്നത്. ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്ന ശൈത്യക്കാറ്റാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഇത് നെല്ല് അതുപോലെ തന്നെ റാബി, ഗോതമ്പ് പോലുള്ള കൃഷിക്ക് അനുയോജ്യമാണ്. ഏറ്റവും കൂടുതൽ അനുയോജ്യം എന്ന് പറയുന്നത് റാബി കൃഷിക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത ഒരു ശൈത്യക്കാറ്റാണ്, ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്ന ശൈത്യക്കാറ്റാണ്. എന്നാൽ ലൂ എന്ന് പറയുന്നത് ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റാണ്. അപ്പോൾ ഇതാണ് ഉത്തരമഹാസമതലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്.